ഒരാസൂത്രിത കൊലപാതകത്തിൽ 3 പേർ പ്രതികളാവുക, അവരാരും തമ്മിൽ മുൻപൊരു ബന്ധവുമില്ലാതിരിക്കുക, എന്നിട്ടും അവരൊന്നിച്ച് കൂടിയാലോചിച്ച് നടപ്പാക്കി കുറ്റമെന്ന് എഴുതി ചേർത്ത് കോടതിക്ക് കുറ്റപത്രം കൊടുക്കുക. ഈ കഥയെല്ലാം പൊളിഞ്ഞു കഴിയുമ്പോൾ ഉത്തരവാദിത്വം അന്വേഷണ സംഘത്തിലെ മറ്റുള്ളവരുടെ മേൽ ചാരുക. റാന്നി ഇരട്ടക്കൊലപാതക കേസിൽ നടന്നത് ഇതെല്ലാമാണ്. 2014 ഡിസംബർ 16 റാന്നി നഗരമധ്യത്തിലെ വീട്ടിൽ വൃദ്ധദമ്പതികൾ കൊല്ലപ്പെട്ട കേസിൽ പോലീസ് പ്രതി ചേർത്തവർ കുറ്റക്കാരല്ലെന്നും കുറ്റമെല്ലാം പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും CBI കണ്ടെത്തിയതിന്റെ വഴികളാണ് ശനിയാഴ്ച മുതൽ മാധ്യമ സിൻഡിക്കേറ്റ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. എന്നാൽ ഇന്ന് അതിലേറെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഞങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. ഈ ഇരട്ടക്കൊലക്കേസിലെ 3 പ്രതികളിൽ 2 പേരും കുറ്റക്കാരല്ലെന്ന്, അഥവാ അവർക്കെതിരെ തെളിവൊന്നുമില്ലെന്ന് ഇവരെ പ്രതി ചേർത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ അറിയാമായിരുന്നു എന്നതാണ് സത്യം. ഈ ഉദ്യോഗസ്ഥർ CBIയോട് ഇക്കാര്യം ഏറ്റുപറഞ്ഞ മൊഴികളിലെ വിവരങ്ങളാണ് ഇന്ന് പുറത്തുവിടുന്നത്. ശനിയാഴ്ച ആദ്യ ഭാഗത്തിൽ നമ്മൾ പേരെടുത്ത് പരാമർശിച്ച 3 ഉദ്യോഗസ്ഥർ, ഒരു DYSP, CI, SI, ഓരോരുത്തരുടെയും മൊഴികളിലെ ഓരോ വരി വീതം ഞാൻ വായിക്കാം. A1ഉം A2ഉം തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന തെളിവുകളൊന്നും തന്നെ അന്വേഷണത്തിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. പറയുന്നത് തിരുവല്ല DYSP ആയിരുന്ന, പിന്നീട് IPS നേടി SP ആയി വിരമിച്ച തമ്പി S ദുർഗാദത്ത്. അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട മല്ലപ്പള്ളി CI ആയിരുന്ന ബിനു വർഗീസിന്റെ മൊഴി ഇങ്ങനെ: 1-2 പ്രതികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിച്ചതിൽ ബന്ധം തെളിയിക്കുന്ന തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ലാത്തതാകുന്നു. പന്തളം SI ആയിരിക്കും ഈ സംഘത്തിലേക്ക് നിയോഗിക്കപ്പെട്ട B വിനോദ് കുമാർ പറയുന്നത് ഇങ്ങനെ: 1-2 പ്രതികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചതിൽ ബന്ധം തെളിയിക്കുന്ന തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ലാത്തതാകുന്നു. കേട്ടല്ലോ, ഇതെങ്ങനെ ശരിയാകും പോലീസെ എന്നെങ്ങനെ ചോദിക്കാതിരിക്കും? റാന്നി നഗരമധ്യത്തിൽ വളരെ സുരക്ഷിതമായ ചുറ്റുപാടുകളിൽ ജീവിച്ചു പോകുന്ന 70 പിന്നിട്ട് 2 പേരെ തികച്ചും ആസൂത്രിതമായി 3 പ്രതികൾ ചേർന്ന് കൊലപ്പെടുത്തി എന്ന് തന്നെയാണല്ലോ പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത്. പക്ഷെ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി വിവരമില്ല എന്നാണ് ഈ 3 പേരും ഒരുപോലെ പറഞ്ഞിരിക്കുന്നത്. അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഇവരെന്ന് ഓർക്കണം. അപ്പോൾ ആസൂത്രണം, തെളിവ് നശിപ്പിക്കൽ എല്ലാം എങ്ങനെ ഇവർ ഒന്നിച്ചു ചെയ്യും? ഇവിടെയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് 1-ാം പ്രതി ഫക്രുദ്ദീനെ ആദ്യമായി കണ്ടതെന്ന് 2-ാം പ്രതി ഇല്യാസ് മൊഴി നൽകിയതിന്റെ പൊരുൾ. ഇതേ ഉദ്യോഗസ്ഥർക്ക് അതൊന്നും അന്നൊരു വിഷയമേ അല്ലായിരുന്നു. ഈ മൊഴികൾ ഇങ്ങനെ പുറത്തു വരുമ്പോൾ വേണമെങ്കിൽ വിശദീകരണം വന്നേക്കാം. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി തെളിവെടുപ്പിൽ ഇല്യാസ് എടുത്തു കൊടുത്തിട്ടുണ്ട് എന്ന്. അതുമാത്രമാണ് ഏക തെളിവെന്ന് CBIക്ക് കൊടുത്ത മൊഴിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പോലീസ് കളിച്ച നാടകമാണെന്ന് തന്നെ CBI വ്യക്തമായി കണ്ടെത്തി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, നാടകം, ഡ്രാമ എന്ന് തന്നെയാണ് പറയുന്നത്. റിക്കവറി ഓഫ് ദി നൈഫ് വാസ് എ ഡ്രാമ പ്രിപ്പയർഡ് ബൈ ദ പോലീസ് എന്നാണ് സപ്ലിമെന്ററി ഫൈനൽ റിപ്പോർട്ടിൽ CBI ഇൻസ്പെക്ടർ സജി ശങ്കർ എഴുതി കൊടുത്തിരിക്കുന്നത്. അതോടെ 2-ാം പ്രതിക്കെതിരെ ചമച്ച ആ സുപ്രധാന തെളിവ് തള്ളിപ്പോയി. പിന്നെയുള്ളത് കൊലപാതകം നടന്ന വീടിന് സമീപത്ത് തലേന്ന് രാത്രി പ്രതികളെ 3 പേരെയും ഒന്നിച്ച് കണ്ടുവന്ന TH ഹനീഫ എന്ന ആളുടെ മൊഴിയാണ്. താൻ അങ്ങനെ പോലീസിനോട് പറഞ്ഞിട്ടേ ഇല്ലെന്നും ഉള്ളടക്കം വായിച്ച് കേൾപ്പിക്കാതെ ചില പേപ്പറുകളിൽ പോലീസുകാർ ഒപ്പിട്ട് വാങ്ങിയെന്നും ഹനീഫ CBIക്ക് മൊഴി നൽകിയതോടെ അതും വ്യക്തമായി. ഇനി ആകെയുള്ളത് കൊല്ലപ്പെട്ടവരുടെ ആഭരണങ്ങൾ 2-ാം പ്രതി ഫൈസാബാദിൽ എത്തിച്ച് തൻ്റെ അമ്മയ്ക്ക് കൊടുത്തുവെന്ന് പ്രതി പറഞ്ഞതായുള്ള പോലീസിന്റെ കഥയാണ്. അവിടെ പോയി അവരെ വിരട്ടി അത് ഊരി വാങ്ങി ഇവിടെ കോടതിയിൽ എത്തിച്ചതോടെ അക്കാര്യവും തീരുമാനമായി. അത് സ്വർണ്ണമല്ലെന്നും കേസുമായി ഒരു ബന്ധവുമില്ലെന്നും എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇതാണ് 3 പാവങ്ങളെ കുരുതി കൊടുത്തതിന് ന്യായമായി ഇവരെഴുതി കൂട്ടിയ തെളിവുകളുടെ രക്തം ചുരുക്കം. ചുരുക്കം പറഞ്ഞാൽ, കോടതിയിൽ കൊടുക്കാൻ കൊള്ളാവുന്ന വൃത്തിയുള്ള ഒരൊറ്റ തെളിവ് പോലും ഞാൻ മുകളിൽ പേര് പറഞ്ഞ ഈ 3 മാന്യന്മാർ പൊതു പണം ചെലവിട്ട് അധ്വാനിച്ചിട്ട് കണ്ടെത്തിയില്ല. എന്നിട്ടാണിപ്പോൾ ഒരു മര്യാദയുമില്ലാതെ ഒറ്റ കേസിൽ പിടിച്ചു ചേർത്ത 3 പ്രതികൾ തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ ഒന്നും കിട്ടിയില്ലായിരുന്നുവെന്ന് കണ്ണിൽ ചോരയില്ലാതെ പറയുന്നത്. വേറൊന്നുമല്ല, CBI കഴുത്തിന് പിടിക്കുമെന്നും തടിയിൽ മണ്ണ് പറ്റുമെന്നുമായപ്പോൾ തന്ത്രപരമായി എടുക്കുന്ന നിലപാടാണിത്. ഇനി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അഥവാ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന സംഘത്തലവന്റെ മറ്റൊരു തന്ത്രം അഭ്യാസമെന്ന് തന്നെ പറയണം. ഈ മൊഴികൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അതിങ്ങനെയാണ്: ടിയാന്റെ, അതായത് ഇല്യാസിന്റെ കൃത്യസമയത്തെ ഫിറോസാബാദിലെ സാന്നിധ്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിന് CI ബിനു വർഗീസിനെ ചുമതലപ്പെടുത്തിയെങ്കിലും ആയതിന്റെ റിപ്പോർട്ട് ഒന്നും നൽകിയിട്ടില്ല. അതായത് അന്വേഷണ സംഘത്തലവൻ എന്ന നിലയ്ക്ക് സ്വയം ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം മറ്റൊരാളെ ഏൽപ്പിച്ചുവെന്നും അയാൾ അത് ചെയ്യാത്തത് കൊണ്ടാണെന്നും ആരോപിച്ച് CBIക്ക് മുന്നിൽ കൈ കഴുകാനുള്ള ശ്രമം. 2-ാം പ്രതിയായി ചേർത്ത ഇല്യാസ് റാന്നിയിലെ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ കേരളത്തിലേ എത്തിയിട്ട് ഇല്ലായിരുന്നുവെന്നും ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ അയാൾ ജീവിക്കാനായി സൈക്കിൾ റിക്ഷ ചവിട്ടുകയായിരുന്നുവെന്ന് CBI കണ്ടെത്തി കഴിഞ്ഞുവെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് മറ്റൊരാളെ പഴിചേരി രക്ഷപ്പെടാനുള്ള ഈ ഏറ്റുപറച്ചിൽ. ചുരുക്കത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറ്റിയത് വെറും കയ്യബദ്ധമല്ല, സ്വയം മിടുക്കന്മാരാകാൻ 2 നിരപരാധികളെ ബോധപൂർവ്വം കുരുതി കൊടുക്കുകയായിരുന്നു എന്ന് പറയാൻ ഒന്നുകൂടി ആലോചിക്കേണ്ടതില്ല. അതും ഒരു ഗതിയും പരഗതിയുമില്ലാതെ ഭാഷ അറിയാത്ത വെറും പട്ടിണി പാവങ്ങളാവുമ്പോൾ ചോദിക്കാനും പറയാൻ ആരും വരില്ലെന്ന് കണക്കുകൂട്ടി ചെയ്ത നീചകൃത്യം. ഈ വിഷയം ഈ മട്ടിൽ കൈകാര്യം ചെയ്യുന്നതിൽ ദുഃഖം പ്രകടിപ്പിച്ചും ഉദ്യോഗസ്ഥർക്കെന്തോ അബദ്ധം പറ്റിയതാണ് എന്നുമെല്ലാം വിശദീകരിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥർ ഈ മൊഴികൾ പരിഗണിക്കണം.
അബദ്ധമെന്നോ അറിവില്ലായ്മയെന്നോ പരിചയക്കുറവെന്നോ അങ്ങനെ എന്തെങ്കിലും കണക്കാക്കി ഇവരോട് അനുഭാവം പ്രകടിപ്പിക്കാൻ എന്ത് പഴുതുണ്ട് ഇതിലെന്ന് ഒന്ന് ആലോചിക്കണം. അത് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്.